ചെറുകഥ തെറ്റ്. രചന തോമസ് കാവാലം. ശബ്ദം ജെസ്സി ജോൺ. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയെ പോലെ ഭൂമിക്ക് ഒരു വശ്യമായ സൗന്ദര്യം കൈവന്നതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. പകൽ ജീവികളെല്ലാം രാത്രിഞ്ചർക്ക് വേണ്ടി എവിടെല്ലാമോ ഓടി ഒളിച്ചതുപോലെ എങ്ങും ഒരു നിഗൂഢ നിശബ്ദത അനുഭവപ്പെട്ടു. അങ്ങകലെ നിന്ന് കൂകിപ്പായുന്ന തീവണ്ടിയുടെയും വാഹനങ്ങളുടെയും ശബ്ദം ഒരു സംഗീതം പോലെ അയാളുടെ ചെവികളിൽ എത്തിച്ചേർന്നു. വർഷങ്ങളായി ഒരു അന്ധനും ബധിരനുമായ വ്യക്തിയെ പോലെയായിരുന്നു അയാൾ. കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും. ജനലിനരികെ അകലേക്ക് കണ്ണു നട്ടിരുന്ന വിശ്വംഭരൻ ഇരുന്നിരുന്ന വീൽചെയർ സാവധാനം ഉരുട്ടിക്കൊണ്ട് കട്ടിലിനരികിലേക്ക് നീങ്ങി. കട്ടിൽ നിന്ന് അടുത്തെത്തിയപ്പോൾ അയാൾ മെല്ലെ സ്വരം ഉയർത്തി വിളിച്ചു, ഭാനു, ഭാനു. അരയ്ക്ക് താഴേക്ക് തളർന്നു പോയ അയാൾക്ക് പരസഹായം കൂടാതെ കട്ടിലേക്ക് കയറിയിരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ഏക മകൻ മാറി താമസത്തിന് ശേഷം ഭാര്യ ഭാനുമതി മാത്രമായിരുന്നു വിശ്വംഭരന്റെ സഹായി. താലൂക്ക് ഓഫീസിലെ അസിസ്റ്റന്റ് തഹസിൽദാർ ആയിരുന്നു അയാൾ. ഒരു സാധാരണ ക്ലാർക്കായി ജോലിയിൽ കയറിയ അയാൾ പടിപടിയായി വില്ലേജ് ഓഫീസറും പിന്നീട് അസിസ്റ്റന്റ് തഹസിൽദാറുമായി മാറി. 1 വർഷം മുൻപാണ് അയാൾക്ക് സ്ട്രോക്ക് വന്നത്. പെട്ടെന്നൊരു ദിവസം ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞ് വീഴുകയായിരുന്നു. ഭാനു, ഭാനു. അല്പം കൂടെ സ്വരമുയർത്തി അയാൾ വീണ്ടും വിളിച്ചു. അപ്പോഴാണ് ഭാനുമതി ആരോടോ സംസാരിക്കുന്ന സ്വരം അയാൾ ശ്രദ്ധിച്ചത്. അയാൾ ചെവി കൂർപ്പിച്ചു. അത് അയാളുടെ മകൻ സുരേഷ് ആയിരുന്നു. വീട്ടിൽ നിന്ന് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മാറി താമസിച്ച അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. അച്ഛനുമായി അധികം സംസാരിച്ചില്ലെങ്കിലും അമ്മയുമായി എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നത് അയാൾ കേട്ടിട്ടുണ്ട്. വലിയ ഗൗരവമുള്ള വിഷയമാണ് അതെല്ലാം എന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. എന്താണ് അതിന്റെ സാരം എന്ന് അയാൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായുമില്ല. അയാൾ ഭാനുമതിയോടൊട്ട് ചോദിക്കുകയോ അവരൊട്ട് പറയുകയോ ചെയ്തുമില്ല. അയാൾ വീണ്ടും വീൽചെയർ ഉരുട്ടി അടുക്കള വാതിൽ അരികിലേക്ക് വന്നു. അപ്പോൾ സംഭാഷണം കുറെ കൂടി വ്യക്തമായിരുന്നു. അമ്മേ, ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഏകദേശം 35 വയസ്സ് പ്രായം കാണും അവൾക്ക്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. സുരേഷ് അത് പറയുമ്പോൾ രോഷം കൊള്ളുകയായിരുന്നു. നീ എന്താണ് പറയുന്നത്? അദ്ദേഹം നിന്റെ അച്ഛനല്ലേ? നീ പറയുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ പണ്ടത്തെ കാര്യമല്ലേ. അതൊന്നും വലിയ കാര്യമാക്കണ്ട. ഇന്ന് അദ്ദേഹം ഒരു രോഗിയാണ്. സ്ട്രോക്ക് വന്നു, കിടപ്പിലാണ്, കിഡ്നിയും തകരാറിലാണ്. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായി. അമ്മയ്ക്ക് അറിയാമോ ഞാനിത് എങ്ങനെ അറിഞ്ഞതെന്ന്? എൻ്റെ ഓഫീസിലെ കീഴ് ജീവനക്കാർ പറഞ്ഞ്. സുരേഷ് അത് പറയുമ്പോൾ പല്ലുറുമുകയും കിറി കോട്ടുകയും ചെയ്തിരുന്നു. അച്ഛനാണെങ്കിലും പണ്ടത്തെ കാര്യമാണെങ്കിലും അതത്ര നിസ്സാരമായി കരുതാൻ പറ്റില്ല. പരസ്ത്രീകളുമായുള്ള ബന്ധം നിസ്സാരമാണെന്നാണോ അമ്മ പറയുന്നത്? അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു? സുരേഷ് വീണ്ടും രോഷം കൊണ്ടു. സുരേഷ് തുടർന്നു, ചുമ്മാതാണോ അച്ഛന് സമ്പാദ്യമൊന്നുമില്ലാത്തത്? ഉള്ളതിൽ പകുതി കൂടുതലും അവൾക്ക് കൊടുക്കുന്നുണ്ടാവൂ. അമ്മയ്ക്കിപ്പോൾ വയസ്സ് 60 അച്ഛനും ഏകദേശം അതേ പ്രായം. പക്ഷെ അച്ഛൻ ചെറുപ്പക്കാരികളോടാണ് ഇപ്പോഴും താല്പര്യം. എടാ, വേണ്ടാത്തതൊന്നും പറയരുത്. നീ അല്പം അതിര് കിടക്കുന്നുണ്ട്. ഒരു താക്കീത് പോലെ അമ്മ പറഞ്ഞു. അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല. അത്ര നിസ്സാരമായ കാര്യമല്ല ഇത്. ഈ വസ്തുവിന്റെയും പുരയുടെയും എല്ലാം പകുതി അവൾ കൊണ്ടുപോകും. അപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവൂ. ഇനി എന്ത് വസ്തുവും പുരയും നിനക്കതൊക്കെ വലിയ കാര്യം. അച്ഛനും അമ്മയൊക്കെ പുരാവസ്തുക്കൾ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പുതുക്കാൻ ഒരു വരവും പോക്കും. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോൾ ഇനി ഞാൻ. അത് പറഞ്ഞിട്ട് ഭാനുമതി ഒരു ദീർഘനിശ്വാസം വിട്ടു. മകനെ എങ്ങനെ പിന്തിരിപ്പിക്കണമെന്ന് ചിന്തിക്കുകയായിരുന്നു ആ അമ്മ മനസ്സ്. അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം കേട്ട വിശ്വംഭരൻ ഒന്ന് ഞെട്ടി. അയാൾ രഹസ്യമായി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തായിരിക്കുന്നു. പക്ഷേ വസ്തുതകളെ ആരൊക്കെയോ വളച്ച് ഒടിച്ചിരിക്കുന്നു. ഓർമ്മിക്കാനുള്ളത് മനുഷ്യൻ മറക്കുന്നു, മറക്കാനുള്ളത് ഓർമ്മിക്കുകയും ചെയ്യുന്നു. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. എല്ലാവരും അഭിനയിച്ചപ്പോൾ അയാൾ മാത്രം ജീവിക്കുകയായിരുന്നു, യാഥാർത്ഥ്യത്തോടെ പൊരുത്തപ്പെട്ട്. മകൻ വീട്ടിൽ വന്നതോ അമ്മയുമായി സംഭാഷണം നടത്തിയതോ അറിയാത്തതുപോലെ അയാൾ വീണ്ടും കട്ടിലിനരികിലേക്ക് കസേര ഉരുട്ടി. അവിടെ നിന്ന് വീണ്ടും ഭവ്യതയോടെ ഭാര്യയെ വിളിച്ചു.
ഭാനു, ഭാനു. വിളി കേട്ടതാ ഭാനു അയാളുടെ അടുക്കളയിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും അവരുടെ മകൻ പടിയിറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം അകത്തേക്ക് അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് കണ്ണയക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. അത്രയ്ക്ക് വെറുപ്പും വിദ്വേഷവുമായിരുന്നു അവന് അച്ഛനോട്. ജനാലയ്ക്ക് പുറത്ത് ആകാശത്ത് ഉരുണ്ടുകൂടിയ മേഘങ്ങൾ പെയ്യാൻ തുടങ്ങിയായിരുന്നു. ഭാനുമതിയുടെ മുഖവും ഇരുണ്ട് മനസ്സിനകത്തുള്ള വ്യസനങ്ങളെ മറച്ചു വെക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ഒരു നിമിഷം അത് പെയ്താൽ അയാളുടെ ഭാനുമതി പൊട്ടിക്കരഞ്ഞാൽ അയാൾക്ക് ആശ്വസിപ്പിക്കാവുന്നതിലും അപ്പുറമായേക്കാം. അങ്ങനെ പല പ്രാവശ്യം ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ്. ആ മുഖത്ത് നോക്കിയപ്പോൾ ആ ഓർമ്മകൾ അയാളെ ഭയപ്പെടുത്തി. അയാളുടെ മനസ്സ് ഒരു ഓലഞ്ഞാലി കിളിയെപ്പോലെ പിന്നോട്ടേക്ക് പറന്നു. ഏകദേശം 37 വർഷം പിന്നോട്ട് പാഞ്ഞു. അന്ന് അയാൾ സ്ഥലത്ത് പ്രസിദ്ധമായ കോളേജിൽ ധനതത്വശാസ്ത്രം പഠിപ്പിക്കുകയായിരുന്നു. അതേ കോളേജിൽ തന്നെ ജൂനിയർ ആയിട്ട് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഭാനു. കോളേജ് തുറന്ന് അധിക കാലമായിരുന്നില്ല. രണ്ടുപേരും ഒരു ദിവസം ലൈബ്രറി വെച്ച് കാണുവാനിടയായി. അതീവ സുന്ദരിയായിരുന്നു ഭാനുവിൽ അയാൾ ആകൃഷ്ടനായി. കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു ആ കണ്ണുകളിലെ കടലാഴം, അതിനുള്ളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരിക ലോകം. ആ ലോകത്തിൽ ഒരു തീർത്ഥാടകനായി ഈ ഉള്ളവൻ വന്നു നിൽക്കുകയാണ്. ആ കടൽ ജലത്തിൽ നിന്നും അല്പം തീർത്ഥം ഈ പ്രേമ ഭിക്ഷുവിന് തരുമോ? വിശ്വംഭരന് തന്നെ അവന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യുവത്വത്തിന്റെ തിളപ്പിൽ പുറത്തേക്ക് വന്ന സാഹിത്യം കേട്ട് ഭാനുമതിക്ക് അമ്പരപ്പ് തോന്നി. ചണ്ടാല ഭിക്ഷുകിയെ പോലെ അയാളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ. അവളുടെ ചരിത്രം അത്രയ്ക്ക് മോശമായിരുന്നു. അത് പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്താൻ അവൾ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പക്ഷേ പ്രേമത്തിന്റെ വശമായ പിടിയിൽ അകപ്പെട്ടു പോയിരുന്ന വിശ്വംഭരന് അതൊന്നും കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. ഏകദേശം 1 വർഷം അങ്ങനെ കടന്നുപോയി. വിശ്വംഭരൻ 3-ാം വർഷം BA പൂർത്തിയാക്കാറായപ്പോൾ ഒരു ദിവസം ഭാനുവിനെ മാറ്റി നിർത്തി അയാൾ പറഞ്ഞു, കോളേജ് അടയ്ക്കാറായി. എന്താണ് തീരുമാനം? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. വിശ്വൻ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരു കന്യകയൊന്നുമല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരബദ്ധം, ഒരു തെറ്റ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച തെറ്റ്. എനിക്കൊരു കുഞ്ഞുണ്ട്. അവളാണ് എൻ്റെ ജീവനും ജീവിതവും. അവളെ വിട്ടൊരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഭാനുമതിയുടെ വാക്കുകൾ കേട്ട് വിശ്വംഭരൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. താൻ പ്രേമിക്കുന്ന പെൺകുട്ടിക്ക് 1 വയസ്സുള്ള പെൺകുഞ്ഞ്, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യം. ജീവിതത്തോടടുക്കുമ്പോഴാണ് അത് എത്ര നിഗൂഢവും കയ്പ് നിറഞ്ഞതും അസഹനീയവുമാണെന്ന് അറിയുക. ചില പ്രിയപ്പെട്ടവരെ നിലനിർത്താൻ അവരെ നാം സ്നേഹിച്ചിരുന്നല്ലോ എന്ന ഒരൊറ്റ കാരണം മതി, അയാളുടെ മനസ്സ് പറഞ്ഞു. പിന്നെ അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല. ആലോചിച്ചുറപ്പിച്ച് ഭാനുവിനെ വിവാഹം കഴിച്ചു. ആ പെൺകുഞ്ഞിനെ അനാഥാലയത്തിലാക്കി. അങ്ങനെ വിശ്വംഭരനും ഭാനുമതിക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായി അത് മാറി. കട്ടിലിനോട് ചേർന്ന് നിന്ന ഭാനുമതി വിശ്വംഭരനെ വളരെ ബന്ധപ്പെട്ട് വളരെ ഭാരമുള്ളൊരു കുഞ്ഞിനെ എന്നതുപോലെ എടുത്ത് കട്ടിലേക്ക് ഇരുത്തി. കട്ടിലിൽ ഇരുന്ന വിശ്വംഭരൻ ഭാനുമതിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. അത് ധാരധാരയായി ഒഴുകി. ഭാനു, എന്താ ഇത്? ഞാനില്ലേ നിന്റെ കൂടെ? അത് സുരേഷിന്റെ കുഴപ്പമല്ല, എന്റേത് മാത്രമാണ് ആ രഹസ്യം. ഞാൻ അവനിൽ നിന്ന് മറച്ചു വെച്ചു. അതിൽ അവനെ കുറ്റപ്പെടുത്താനാകില്ല. വിശ്വംഭരൻ ഭാനുമതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർ വിശ്വംഭരന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കൂടുതൽ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ കാരണം എന്തെല്ലാം പൊല്ലാപ്പാണ് നിങ്ങൾ ഈ സഹിക്കുന്നത് മുഴുവൻ എനിക്ക് വേണ്ടിയാണ്. ഞാൻ കാരണം നിങ്ങൾ മകന്റെ മുൻപിൽ നാണം കെടുന്നു, ക്രൂശിക്കപ്പെടുന്നു. എനിക്കിത് സഹിക്കാവുന്നതിലപ്പുറമാണ്. നീ വിഷമിക്കേണ്ട. ഇനി സുരേഷ് വരുമ്പോൾ ഞാൻ എല്ലാം മോനോട് തുറന്നു പറയാൻ പോവുകയാണ്. പക്ഷെ ഒരു മാറ്റം മാത്രം. അവൾ നിന്റെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞ്. എനിക്ക് മറ്റൊരു സ്ത്രീയിൽ വിവാഹത്തിന് മുമ്പുണ്ടായ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്. അവൻ ആ രഹസ്യം അങ്ങനെ അറിഞ്ഞാൽ മതി. അത് അവൻ അറിയുമ്പോൾ അവന് സന്തോഷമാകും. പരസ്ത്രീ ബന്ധമാണെന്ന് വിചാരിച്ചാൽ അവൻ വിഷമിക്കുന്നത്. ആ രഹസ്യം അങ്ങനെ ഇരിക്കട്ടെ. ഭാനുമതിയുടെ മുഖം തെളിഞ്ഞു.
ഒരു വലിയ കൂടിന് ശേഷം അന്തരീക്ഷം നിശബ്ദതയിലേക്ക്, ശാന്തിയിലേക്ക് വീണതുപോലെ. മരങ്ങൾ മാത്രമല്ല തണൽ തരിക, ചില മനുഷ്യരും. ഭാനുമതി ആത്മഗതം ചെയ്തു. ഞാനും ഒരു മനുഷ്യനാണല്ലോ. കുറവുകളുള്ള മനുഷ്യൻ. തെറ്റേത് ശരിയേത് എല്ലാം ആപേക്ഷികമല്ലേ? ഈ കുറവുകളില്ലായിരുന്നുവെങ്കിൽ എന്നേ ഞാൻ ദൈവമായി പോയേനെ, വിശ്വംഭരന്റെ മനസ്സ് പറഞ്ഞു.